വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സജു രുചി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോസ് ഇടായിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ സത്യം പറഞ്ഞാൽ വീഡിയോസൊക്കെ കുറച്ചുണ്ടായിരുന്നു, അത് എഡിറ്റ് ചെയ്തിടാനുള്ളൊരു സമയം കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കാൻ നമുക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇടയ്ക്കിടെ പാഴ്സൽ വന്നിട്ടുള്ളത് ഇങ്ങനെ കാണിക്കുമ്പോൾ എല്ലാവർക്കും ഒരു ത്വരയാണ് എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ ഇതെന്തായാലും നമുക്ക് കണ്ടു നോക്കാം എന്താണ് സാധനം എന്നുള്ളത്. പതിവ് വല്ലത് തന്നെയാണെന്ന് വിചാരിക്കേണ്ട. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് കാര്യം നിങ്ങൾക്ക് പിടികിട്ടിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ ഷട്ടിൽ ബാറ്റാണ് നമുക്കിന്ന് വന്നിട്ടുള്ള സാധനം. അപ്പോൾ ഈ 2 ബാറ്റും ഇതിൻ്റെ കൂടെ കോക്കും ഉണ്ടായിരുന്നു. അപ്പോൾ വെറുതെ ഒന്ന് ഞാൻ പൊളിച്ചതിന് ശേഷം ഒന്ന് തട്ടി നോക്കിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് തന്നെ. അതിനുശേഷം നമ്മൾ നമ്മുടെ ഫാമിലിയായിട്ട് എല്ലാവരും കളിക്കുന്ന ഒരു പതിവുണ്ടേ. അപ്പോൾ എന്തായാലും കുറച്ചായിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ വെയിറ്റിൻ്റെ കാര്യവും എന്താ പറയുക കുറച്ച് മെലിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇതിൻ്റെ പരിപാടി. കുറച്ച് ഡയറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഡയറ്റിൻ്റെ വീഡിയോസൊക്കെ ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും. ഞാൻ ഫോളോ ചെയ്യുന്ന സ്മൂത്തിയുടെ ഐറ്റംസൊക്കെ ഞാൻ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ നമ്മൾ ഫാമിലിയായിട്ട് എല്ലാവരും പോയി കളിക്കാറുണ്ട്. ഞങ്ങളുടെ തന്നെ ഫാമിലീസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു 10 വീടുകളും ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബസ്സാൾ നമ്മൾ തന്നെ ഉണ്ടാവും കേട്ടോ. ബർത്ത്ഡേ സെലിബ്രേഷൻ, ക്രിസ്മസ്, ന്യൂ ഇയർ സെലിബ്രേഷൻ, അങ്ങനെ എല്ലാ പരിപാടികളും നമ്മൾ നന്നായിട്ട് ആഘോഷിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ യുവാൻ സിറാഗ് കളിക്കുന്നുണ്ട്. പിന്നെ ആൻറ്റി, ആപ്പൻ എല്ലാവരും ഉണ്ട്. ഇതൊക്കെ നമ്മുടെ അതായത് പിന്നെ ആൻറ്റിമാരും ആപ്പനും പിന്നെ കുട്ടികളും എല്ലാം നമ്മുടെ സ്വന്തം ആൾക്കാരാണ്. നമ്മളെല്ലാവരും വൈകുന്നേരം ഇതൊരു രസമാണ് കേട്ടോ. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോലി തിരക്കൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒരു 5:30-6 മണിയാകുമ്പോഴത്തേനും എല്ലാവരും അവിടെ എത്തി റെഡിയാവും കളിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമുക്കൊരു റിലാക്സേഷനാണ്, അതായത് ഇതൊരു ഹാബിറ്റായി മാറി നമുക്ക്. അപ്പോൾ എല്ലാവരും തന്നെ എന്താണ് ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് റെഡിയായിട്ട് നിൽക്കും. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കുറച്ച് വെയിറ്റ് ലോസിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പിയൊക്കെ വരുന്നുണ്ട്, തീർച്ചയായിട്ടും അതൊക്കെ കാണണം. പിന്നെ അതിൻ്റെ കൂടെ ഈ കളിയൊക്കെ ആകുമ്പോഴത്തേനും അങ്ങനെ കുറച്ച് ഞാനൊന്ന് വെയിറ്റൊക്കെ കുറഞ്ഞിട്ടുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ കളിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നതിൽ മെജോറിറ്റിയും സ്റ്റേറ്റ് ലെവൽ പ്ലെയേഴ്സൊക്കെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ തട്ടി കളിക്കുന്നതല്ല, പോയിൻ്റ് വൈസ് ഇട്ട് കളിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അതിൻ്റെ ഒരു സ്പിരിറ്റോടു കൂടിയാണ് കളിക്കുന്നതൊക്കെ കേട്ടോ. മുതിർന്നവർ ഷട്ടിൽ കളിക്കുമ്പോൾ ചെറിയ കുട്ടികൾ വേറെയും കളികൾ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ യുവാൻ സിറാഗ് കിത്തു മോനെയൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കളിക്കുന്ന സമയത്ത് കുട്ടിയൊക്കെ ഒന്ന് അടങ്ങിയിരിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആൻറ്റിയുടെ മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി കുഞ്ഞിനൊക്കെ നോക്കും. അപ്പോൾ നല്ല രസമാണ്, മൊത്തത്തിൽ നല്ല രസമാണ്. അതായത് അവർ എന്താ പറയണ്ടേ കിച്ചൺ ഐറ്റംസൊക്കെ കൊണ്ടുവന്നിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഇതാണ്. നല്ല രസമാണ് മൊത്തത്തിൽ കാണാനും ഒക്കെ നല്ല രസമാണ്. അപ്പോൾ നമ്മൾ സൺഡേയ്സൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ വേഗം വരും, അതായത് എല്ലാവരും ഒരുപാട് സമയം നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും നമ്മുടെ യുവാൻ സിറാഗ് അവൻ്റെ അമ്മക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളി പ്ലെയേഴ്സാണ്. അപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ കുഞ്ഞാറ്റ വന്നത്. അപ്പോൾ കുഞ്ഞാറ്റേനോട് ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മുടെ യുവാനൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാളുണ്ട് ഉറക്കത്തുനിന്ന് എഴുന്നേറ്റ് വരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം കാണിക്കാനൊരു മടിയായിരുന്നു അൻവിത. അപ്പോൾ പിന്നീട് അവൾ ടാറ്റയൊക്കെ പറഞ്ഞ് റെഡിയായി കേട്ടോ. അത് തേജലാണേ. അപ്പോൾ അങ്ങനെ കുട്ടികളും ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്. അതായത് കുട്ടികൾക്ക് അവരുടെ കളിയും നമുക്ക് നമ്മുടെ ഷട്ടിൽ കളിയൊക്കെ ആയിട്ട് എല്ലാവരും ഹാപ്പി. അപ്പോൾ നമ്മുടെ ഒഴിവ് സമയങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് എൻജോയ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അടുത്തൊരു പുതിയ വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.